ലോസ് ആഞ്ചലസിൽ കഴിഞ്ഞ 4 ദിവസമായി നാശം വിതയ്ക്കുന്ന കാട്ടുതീയിൽ ഇപ്പോൾ മരണം ഏകദേശം 11 നിരവധി വീടുകൾ കത്തിനശിച്ചു. റോഡുകൾ തടഞ്ഞിരിക്കുകയാണ്. ശക്തമായ കാറ്റ് തീ ആളിപ്പടരാൻ സാധ്യതയുണ്ടെന്നും ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് അഗ്നിശമന സേനകൾ പറയുന്നു. വൻ തീപിടുത്തം ലോസ് ആഞ്ചലസിൽ പോഷ് ഏരിയകളിൽ ആയിരക്കണക്കിന് വീടുകൾ നശിപ്പിക്കുകയും ഹോളിവുഡ് ഹിൽസിലേക്ക് പടരുകയും ചെയ്തിരുന്നു. ഏകദേശം 10,000 വീടുകൾക്കും മറ്റു കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ആ പ്രദേശങ്ങളിൽ ആരോ അണുബോംബ് വർഷിച്ചതുപോലെയായി തോന്നുകയും ചെയ്തു. മരണസംഖ്യ കൂടാമെന്ന് ഭയക്കുകയാണ് ഇപ്പോൾ ശുഭവാർത്ത പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ലോസ് ആഞ്ചലസ് കൗണ്ടി ഷെരീഫ് റോബർട്ട് ലൂണ മാധ്യമങ്ങളോട് നല്ല സാഹചര്യം ഉണ്ടാകുമെന്ന് പറയുന്നു. കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രി ആൻഡ് ഫയർ പ്രൊട്ടക്ഷൻ അനുസരിച്ച് ഈറ്റണിലെ തീ ഇപ്പോഴും നിയന്ത്രണാതീതമാണ്. പാലിസ് ഡേയ്സ് ഏരിയയിലെ തീയുടെ 6% നിയന്ത്രണ വിധേയമാക്കിയിട്ടുമുണ്ട്. കെന്നത്തിൽ ലോസ് ആഞ്ചലസ് വെഞ്ചൂറ കൗണ്ടിയിൽ ഏകദേശം 960 ഏക്കർ സ്ഥലത്തെ കാട്ടുതീ ബാധിച്ചു. അഗ്നിശമന സേനാംഗങ്ങൾ 35% പ്രദേശത്തും തീ നിയന്ത്രണ വിധേയമാക്കി.